വർഷങ്ങൾക്ക് മുമ്പാണ് 59, 60 കാലത്ത്. അന്ന് ഒരു അധ്യാപകൻ ക്ലാസ്സിലുള്ളൊരു കുട്ടിയോട് ഒരു കടലാസിൽ എന്തോ ഒരു കുറിപ്പ് കൊടുത്തിട്ട് പോയി കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരാൻ പറഞ്ഞു. കുട്ടി കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നത് ഒരു പാക്കറ്റ് സിഗരറ്റാണ്. അവൻ അതുമായിട്ട് വരുന്ന വഴി ഹെഡ് മാസ്റ്ററെ കണ്ടു. ഹെഡ് മാസ്റ്റർ പുറത്തേക്ക് വരിക, നീ ഇവിടെ പോയി കടയിൽ പോയി. എന്തിനാ പോയത്? അവൻ നിഷ്കളങ്കമായിട്ട് ഇത് കാണിച്ചു കൊടുത്തു. ഹെഡ് മാസ്റ്റർ അത് വാങ്ങി ക്ലാസ്സിൽ പോയി ഇരിക്കാൻ പറഞ്ഞു. അവൻ ക്ലാസ്സിലേക്ക് പോയി. പിന്നെ നടന്നൊരു ചരിത്രമാണ്. എന്താ സംഭവിച്ചത്? ആ അധ്യാപകനെ കുറിച്ചുള്ള വിവരങ്ങൾ ഹെഡ് മാസ്റ്റർ മാനേജർക്ക് റിപ്പോർട്ട് ചെയ്യുകയും മാനേജർ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പിന്നീടത് ഡിസ്മിസലാകാൻ പോയതാണ്. ഈ കുട്ടിയുടെ രക്ഷകർത്താവ് തന്നെ ചെന്ന് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് ആ അധ്യാപകൻ ഒഴിവാക്കിയെടുത്തു. അങ്ങനൊരു കാലം നമ്മുടെ സ്കൂളുകളിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ 2 അധ്യാപികമാർ MDMA കേസിൽപ്പെട്ടിരിക്കുന്നു. അവർ BRCയിൽ ജോലി ചെയ്യുന്നവരാണ്. BRCയിൽ എന്താ പണി? BRCയിൽ അധ്യാപകർ ട്രെയിൻ ചെയ്യുന്ന ജോലിയാണ്. അതായത് ഇൻ സർവീസ് കോഴ്സ് കൊടുക്കുന്ന സ്ഥാപനമാണ് BRC അല്ലെങ്കിൽ ബ്ലോക്ക് റിസോഴ്സ് സെൻറ്റർ എന്ന് പറയുന്നത്. അവിടെയുള്ള 2 അധ്യാപികമാരാണ് MDMA കേസിൽപ്പെട്ടത്. ഏതായാലും അന്വേഷണം നടന്നു, സസ്പെൻഷനായി, പിരിച്ചുവിടലും നടന്നു. താൽക്കാലിക ജീവനക്കാരായിരുന്നു എന്നാണ് പറയുന്നത്, ഒരു കാവ്യയും കീർത്തനയും. അപ്പോൾ ഇത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായ ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ ഒന്ന് സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും നമുക്ക് ആർക്കും വിചാരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ തുടർന്നേ പറ്റൂ. അത് തീർച്ചയായിട്ടും ഈ നാടിന് ഒരു വലിയ അനുഗ്രഹമായിരിക്കും. മറ്റൊരു സംഭവം കൂടി ഞാൻ പറയാം. ഞാനൊരു CBSE സ്കൂളിലെ പ്രിൻസിപ്പലായിട്ട് ജോലി നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദിവസം ഒരു കുട്ടി ക്ലാസ്സിൽ 8ലാണോ 9ലാണോ ക്ലാസ്സിൽ എന്തോ ഒന്ന് വളരെ കാര്യമായി നോക്കിക്കൊണ്ടിരിക്കുന്നത് അധ്യാപിക ശ്രദ്ധിച്ചു. അപ്പോൾ അധ്യാപിക എനിക്ക് റിപ്പോർട്ട് ചെയ്തു, ഇങ്ങനെ ആ കുട്ടിയുടെ കയ്യിൽ ഫോണുണ്ട്, ദിവസവും ക്ലാസ്സിൽ കൊണ്ടുവരുന്നുണ്ട്, എന്തോ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. ഞാൻ ആ കുട്ടിയുടെ പേര് നോട്ട് ചെയ്തു. അതിനുശേഷം പിറ്റേ ദിവസം ഞാൻ എല്ലാ അധ്യാപകരെയും എൻ്റെ ക്ലാസ്സിലേക്ക്, എൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വിവരം നിങ്ങളെല്ലാവരും ചെയ്യണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞവരെല്ലാവരും ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിന്ന് കുട്ടികളുടെ ബാഗ് പരിശോധിക്കണം. അപ്പോൾ ചിലർക്കൊക്കെ ഒരു മടിയായി. ഞാൻ പറഞ്ഞു, ബാഗ് പരിശോധിച്ചിട്ട് അതിൽ ടെക്സ്റ്റ് ബുക്കല്ലാത്ത മറ്റെന്ത് ടെക്സ്റ്റ് ബുക്കും മറ്റ് അവരുടെ പഠനോപകരണങ്ങളല്ലാത്ത എന്തെല്ലാം ഉണ്ടെങ്കിലും അത് നിങ്ങൾ കൊണ്ടുവന്ന് എൻ്റെ മേശപ്പുറത്ത് വയ്ക്കണമെന്ന് പറഞ്ഞു. ഇത് ഒട്ടും അറിയിക്കാതെ ചെയ്ത ഒരു കാര്യമാണ്. എന്താ സംഭവിച്ചത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. ഒട്ടുമിക്ക ബാഗിലും ഫോണുണ്ടായിരുന്നു. ഫോണെന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ. ചില ബാഗുകളിൽ സിഗരറ്റ്, തീപ്പെട്ടി മുതലായവയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോഴാണ് അധ്യാപികമാർക്ക് അല്ലെങ്കിൽ അധ്യാപകർക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന്. ഞാൻ ഈ കുട്ടികളുടെ പേരും കുറിച്ചുകൊണ്ട് തരാനായിട്ട് രക്ഷകർത്താക്കളുടെ ഉൾപ്പെടെയുള്ള ഫോൺ നമ്പർ കിട്ടി, വിളിച്ചു. ഇതിന് ക്ലാസ് ടീച്ചേഴ്സ് വിളിക്കുകയാണ് അവരുടെ വീടുകളിലേക്ക്. കുട്ടിയുടെ ബാഗിൽ നിന്ന് ചില സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇവിടെ വന്നത് കൊണ്ടുപോകണം എന്നായിരുന്നു സന്ദേശം. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഈ ഫോൺ ഒന്ന് നോക്കാൻ തീരുമാനിച്ചപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ, അത് മുഴുവൻ അശ്ലീല വീഡിയോകളാണ്. എന്താ പറയുക,
അവിടം വരെ എത്തിയിരിക്കുന്നു. ഇത് ജെൻ ആൽഫ തലമുറയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ഇല്ലല്ലോ, 2010 ജനിച്ചവരാണല്ലോ ജെൻ ആൽഫ എന്ന് പറയുന്നത്. ഇത് അന്നത്തെ ജെൻസിയാണ്. അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക്, അപ്പോൾ ഒരു രക്ഷകർത്താവ് വന്നു എൻ്റെ ഫോണാണ് സാർ. ഞാൻ അന്തം വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഫോണിലാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ളത്. ബഹുഭൂരിപക്ഷം ഫോണുകളിലും ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഫോണൊന്ന് പരിശോധിച്ചേക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്ന എന്തെല്ലാം സാധനങ്ങളാണ്. അദ്ദേഹം ആകെ വിഷണ്ണനായി. പിന്നെ പറഞ്ഞ് അങ്ങനെ ഒരു തെറ്റ് പറ്റി എന്ന് പറഞ്ഞ് ഏതായാലും ഫോൺ വാങ്ങിച്ചിട്ട് പോയി. എല്ലാ രക്ഷകർത്താക്കളും വന്ന് ഫോൺ വാങ്ങിച്ചിട്ട് പോയി. എല്ലാവരുടെ ഫോണിലും ഇതുപോലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പറഞ്ഞു വന്നത്, ഇങ്ങനൊരു തലമുറ വരികയാണ്. അവരെ പരിശീലിപ്പിക്കുന്ന അധ്യാപകരും അങ്ങനെയുള്ള തലമുറ അധ്യാപകരായപ്പോൾ സംഭവിച്ചതാണിത്. അതുകൊണ്ട് ഗവൺമെൻറ് വളരെ ഗൗരവമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണം. ഇത് മാത്രമല്ല, ഓഫീസുകളൊക്കെ ഒന്ന് പരിശോധിക്കണം, സ്കൂൾ പരിശോധിക്കണം, ഓഫീസ് പരിശോധിക്കണം, കുട്ടികളുടെ ബാഗ് പരിശോധിക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനൊരു അറുതി വരേണ്ടതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ചേക്കാം. ഒരു ദിവസം ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നെ വിളിക്കുന്നു. ഞാൻ ചെന്നു. പഞ്ചായത്ത് പ്രസിഡന്റ്, എൻ്റെ പഞ്ചായത്ത് കൂടിയാണ്, എൻ്റെ സ്കൂളിലിരിക്കുന്ന സ്ഥലമാണ്, പഞ്ചായത്താണ്. ഞാനവിടെ ചെന്നപ്പോൾ 2 കുട്ടികളെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അവർ. എന്തായത്? അവർ പറഞ്ഞു, ഈ കുട്ടികൾ ഈ കടയിൽ, ഒരു കടയുടെ വാതിക്കൽ അവർ നിൽക്കുന്നത്, ഈ കടയിൽ നിന്ന് 2-3 സിഗരറ്റ് പാക്കറ്റ് മോഷ്ടിച്ചു. അത് അയാൾ കണ്ടു, അയാൾ പിടിച്ചു. അപ്പോൾ അതിലൂടെ വന്നാൽ ഞാനത് കാണുകയും എന്നെ അവരെ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. സാറിനെ ഏൽപ്പിക്കാം. ഞാൻ അവരെ വിളിച്ചു കൊണ്ടുപോയി കാര്യമൊക്കെ ചോദിച്ചു വന്നപ്പോൾ എന്താണ്, മറ്റൊരു സ്കൂളിൻ്റെ പിന്നിൽ ഈ സിഗരറ്റ് കൊണ്ട് എന്ന് കൊടുത്താൽ അതിൻ്റെ അകത്ത് എന്തോ ലഹരി മരുന്ന് നിറച്ചു കൊടുക്കും അത്രേ. അതവിടെ നടക്കുന്നൊരു ബിസിനസ്സാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് ഏത് വർഷത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്? 2014-15 കാര്യമാണ് ഈ കഥ. അപ്പോൾ നമ്മുടെ ഒരു തലമുറയെ തകർക്കത്തക്ക രീതിയിൽ ഒരു മാഫിയ പ്രവർത്തനമുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ഒരു പരിധിവരെ അത് വളരെ ശരിയായിരിക്കുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് 1300 കോടി രൂപയുടെ മയക്കുമരുന്നാണ് പിടിച്ചെടുത്തതെന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു പഴഞ്ചൻ അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് ചില നിർദ്ദേശങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഇത് കൊണ്ടു നടക്കുന്നവരല്ല, ഇതെവിടുന്ന് വരുന്നു ആ ഉറവിടം കണ്ടെത്തുകയാണ് വേണ്ടത്. ആ ഉറവിടം കണ്ടെത്തി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ശരിയാകും. അതിനുവേണ്ടിയുള്ള ശ്രമം ഓപ്പറേഷൻ തൂഫാനിലൂടെയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ജനങ്ങളുമൊക്കെ കൂടി വളരെ കാര്യമായിട്ട് നടത്തിയാലേ ഇതിനൊക്കെ പരിഹാരമാകുള്ളൂ. പിന്നെ അധ്യാപികമാരുടെ കാര്യം, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടെന്നേ. അതിനെയൊന്നും സർവീസിൽ വെച്ചിട്ടിരിക്കരുത്. അത് വെച്ചിട്ടില്ല, അത് കളഞ്ഞു, അവർ പോയി. ഇപ്പോൾ ഓപ്പറേഷൻ തുഫാൻ എല്ലാ വിധത്തിലും നന്നായിരിക്കുന്നു. ഈ ഗവൺമെൻറ്റിനെ ഞാൻ അഭിനന്ദിക്കുന്നു. താങ്ക് യു.